വീറും വാശി നിറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചു. 70%-ലേറെ പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നതാണ് കണക്ക്. അന്തിമ കണക്ക് അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുകയും ചെയ്യും. ചില ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടേഴ്സിന്റെ നിരയുണ്ട്. നിലമ്പൂരിന്റെ പുതിയ MLA ആരെന്ന് തിങ്കളാഴ്ച അറിയാം. പ്രജൻ, വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. 74% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ അത് 2021 76%-ലേക്ക് എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് 8 മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 64%-മായി വളരെയേറെ കുറഞ്ഞിരുന്നു. അതായത് 8%-ന്റെയൊക്കെ ഒരു കുറവ് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും തെറ്റി ഇപ്പോൾ ഈ ഒരു പ്രചാരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രചാരണം അത് ഫലം കണ്ടിരിക്കുന്നു. അത് മിക്ക വോട്ടർമാരെയും ബൂത്തുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 2021 ആ ഒരു ശതമാനത്തിന്റെ ഏറെക്കുറെ അതിലേക്ക് തന്നെ ഇപ്രാവശ്യവും എത്തിയിട്ടുണ്ട്. അതിനി ആർക്ക് തുണയാകുമെന്നുള്ളതിന്റെ ഒരു രാഷ്ട്രീയ ചർച്ച അത് സ്വാഭാവികമായും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു.